ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ 9ാമത്തെ ഭാഗമാണ്, അതായത് ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന പുതിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ, ഒരു വൃത്തത്തിൻ്റെ സമവാക്യം. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ 1,4, സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് 1,4ഉം അതിൻ്റെ റേഡിയസ് 2 യൂണിറ്റുമാണ്. ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകളാണ് 1, 4. അതിന്റെ ആരം 2 യൂണിറ്റുമാണ്. അപ്പൊ നമുക്കറിയാവുന്ന സംഗതി എന്താണ്? ഇപ്പൊ ഇത് സെന്ററിനെ O എന്നും ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ റേഡിയസിന്റെ എൻ പോയിന്റ് ആയിട്ടുള്ള ആ പോയിന്റിനെ A എന്നും എടുത്താൽ നമുക്ക് OA കണ്ടുപിടിക്കാൻ അറിയാം. അതായത് ദൂരം കാണാൻ OA എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. എങ്ങനെയാണ് കാണുന്നത്? root of x2 minus x1 whole square plus y2 minus y1 whole square. അപ്പോൾ നമുക്കിവിടെ ഈ എൻ പോയിന്റ്, അതായത് കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ ഉള്ളൂ. എയുടെ സൂചക സംഖ്യയായിട്ട് ഞാൻ എക്സും വൈന്നും എടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ, എക്സുകൾ കുറയ്ക്കുക, സ്ക്വയർ കാണുക, പ്ലസ് വൈകൾ കുറയ്ക്കുക, y മൈനസ് 4 ഹോൾ സ്ക്വയർ. ഇത് എത്രയാൻ തന്നിട്ടുണ്ട്? റേഡിയസ് 2 യൂണിറ്റാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് ഈ വലതുവശത്ത് സ്ക്വയർ ഇട്ട് കൊടുത്തു. ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിൽ സ്ക്വയർ കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ റൂട്ട് കളഞ്ഞു. ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം, അല്ലേ? അതായത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് എഴുതാമല്ലോ. നമുക്കറിയാം റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് ഒരു വൃത്തത്തിന് ഒരു ഫിക്സ്ഡ് ആരമാണ്, അല്ലേ? അതായത് അത് എവിടെ പോയിന്റ് എടുത്തിട്ട് മാർക്ക് ചെയ്താലും ആ 2 തന്നെ ആയിരിക്കും ആ ഒരു സർക്കിളിന്. അതിൻ്റെ അർത്ഥം എന്താ? സെൻറ്ററും ഫിക്സ്ഡ് ആണ്, റേഡിയസും ഫിക്സ്ഡ് ആണ്. പിന്നെ മാറുന്ന എന്താണ്? ഇവിടെ എടുക്കുന്ന ഈ പോയിന്റ്, എവിടെ വേണമെങ്കിലും നമുക്ക് പോയിന്റ് എടുക്കാം. അപ്പോൾ ഏത് പോയിന്റ് എടുത്താലും, ഈ സർക്കിളിൽ ഏത് പോയിന്റ് എടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ എക്സ് വൈ എന്നുള്ളത് നമുക്ക് ഇവിടെ എടുക്കാം, എവിടെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? ഐഡന്റിറ്റി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതനുസരിച്ച് ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1. ഇത് കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ചെയ്യാം. വൈ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 4 ഇൻറ്റു വൈ, 8y പ്ലസ് 16 ഈക്വൽ ടു 4. ഇനി നമുക്ക് ഇവിടെയും ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ഇക്വേഷൻ ഓഫ് എ ലൈനിൽ എന്തായിരുന്നു സ്റ്റാൻഡേർഡ് ഫോം? ആദ്യം എക്സിൻ്റെ എഴുതുക, പിന്നെ വൈയുടെ എഴുതുക, പിന്നെ കോൺസ്റ്റന്റ് എഴുതുക, റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 0 കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ എക്സ് സ്ക്വയർ ആദ്യം എഴുതുക, പിന്നെ വൈ സ്ക്വയർ എഴുതുക, പിന്നെ എക്സ് ടേം എഴുതുക, പിന്നെ വൈ ടേം എഴുതുക, പിന്നെ നമ്പേഴ്സ് എല്ലാം. ഇവിടെ +1ഉം +16ഉം +17 ആയി. ഇനി ഈ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്ത് കിടക്കുന്ന 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -4 ആയി, ഈക്വൽ ടു 0. അപ്പോൾ എന്തെഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 8y പ്ലസ് 13 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ദിസ് സർക്കിൾ. ഇനി ഇവിടെ സെൻറ്റർ 0, 0യും, അതായത് ഒറിജിൻ അഥവാ ആധാര ബിന്ദുവും ആരം 1ഉം വന്നാലോ? അപ്പം നമുക്ക് ഇത് തന്നെ എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ എന്നുള്ളതിന് പകരം ഇവിടെ 1 ആണ് ആരം, റേഡിയസ്. ഇപ്പോൾ 1 സ്ക്വയർ നോക്കാം. എക്സ് മൈനസ് 0 എന്ന് പറയുമ്പോൾ എക്സ് തന്നെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടിയില്ല. അപ്പോൾ സെൻറ്റർ ഒറിജിനായിട്ട് ആധാരബിന്ദുവായിട്ട് വരികയും ആരം അഥവാ റേഡിയസ് 1 ആകുകയും ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അതായത് റേഡിയസ് മാത്രം, ഇപ്പോൾ റേഡിയസ് 4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 4 സ്ക്വയർ എത്ര? 16 ഇവിടെ വരും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മാറ്റം വരുന്നില്ല. ഇനി നമുക്ക് പേജ് നമ്പർ 253 ക്വസ്റ്റ്യൻസ് ചെയ്യാം.
Find the equation of the circle with the center at the origin and radius 5 units. Write the coordinates of 8 points on the circle. അപ്പോൾ ഇവിടെ കേന്ദ്രം എവിടെയാണ്? ആധാരബിന്ദു ആയിട്ടാണ്, അതായത് 0 0 ആണ്, റേഡിയസ് 5 ആണ്. അപ്പോൾ കേന്ദ്രം ആധാരബിന്ദു അഥവാ 0 0 ആകുമ്പോൾ തന്നെ നമുക്ക് എളുപ്പമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിനെ XY എന്ന് എടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് കാണുന്ന x-0 ഹോൾ സ്ക്വയർ പ്ലസ് y-0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു r², 5² ആണല്ലോ. അല്ല, x² പ്ലസ് y² ഈക്വൽ ടു r². ആ ഒരു ഇക്വേഷൻ ഓർത്താൽ മതി. x² പ്ലസ് y² ഈക്വൽ ടു r². ഇത് ഏത് കേസിലാണ്? സെൻറ്റർ 0 0യും റേഡിയസ് 6 ആകുമ്പോൾ ഉള്ള ഇക്വേഷൻ ആണ് x² പ്ലസ് y² ഈക്വൽ ടു r². ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇനി മറ്റേ ഇക്വേഷനോ? ഇവിടെ 1ഉം 4ഉം നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ എങ്ങനെ എഴുതാം? x-a ഹോൾ സ്ക്വയർ പ്ലസ് y-b ഹോൾ സ്ക്വയർ ഈക്വൽ ടു r². ഇവിടെ സെൻറ്റർ എത്രയാണ്? സെൻറ്റർ AB, റേഡിയസ് 6. ഈ രണ്ട് ഫോർമുല ഓർത്തിരുന്നാൽ മാത്രം മതി. ഇത് എഴുതി വെക്കുക. അതായത് സെൻറ്റർ കേന്ദ്രം ആധാരബിന്ദുവും ആരം 6 ആണെങ്കിൽ x² പ്ലസ് y² ഈക്വൽ ടു r². കേന്ദ്രം AB-യും ആരം 6 ആണെങ്കിൽ x-a ഹോൾ സ്ക്വയർ പ്ലസ് y-b ഹോൾ സ്ക്വയർ ഈക്വൽ ടു r². ഇവിടെ നമുക്ക് x² പ്ലസ് y² ഈക്വൽ ടു 25 എന്ന് ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി നമുക്ക് വേണ്ടത് 8 പോയിന്റുകളുടെ, അതായത് XY എവിടെ വേണേലും എടുക്കാം, അങ്ങനെ 8 പോയിന്റ്സ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിലകൾ ഇട്ട് കൊടുക്കാം അല്ലെ. ഇനി നമുക്ക് അറിയാവുന്ന എന്താണ്? 25 തുക 25 കിട്ടണം, സം 25 കിട്ടണം. അപ്പം 9 പ്ലസ് 16 25 ആണല്ലോ. ഇനി എന്തുകൊണ്ടാണ് ഞാൻ 9ഉം 16ഉം തന്നെ സെലക്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് സ്ക്വയർ ആണ്, x² ആണ് 9, y² ആയിട്ടാണ് 16 എടുത്തത്. അപ്പോൾ x ആയിട്ട് എന്ത് വരും? 3² അല്ലേ 9. അപ്പോൾ x ആയിട്ട് എന്ത് വന്നു? 3 വന്നു. പ്ലസ് 4² അല്ലേ 16, അതായത് y² ആണ് 4². അപ്പോൾ y ഈക്വൽ ടു 4 എന്ന് എടുക്കാമല്ലോ, ഈക്വൽ ടു 25 ആയല്ലോ. അപ്പോൾ എക്സും വൈയും എന്താ ഇവിടെ കിട്ടിയത്? എക്സ് വൈ എന്ന് പറഞ്ഞാൽ 3 4 ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമുക്കറിയാവുന്ന കാര്യം, നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയറും ന്യൂനസംഖ്യകളുടെ സ്ക്വയറും വർഗവും എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 4 എന്നുള്ളതിന് പകരം -3 4 എടുക്കാവല്ലോ, ഇല്ലേ? ഇനി 3 - 4 എടുക്കാവല്ലോ. അങ്ങനെ ചെയ്താൽ ഈ സമവാക്യം കറക്റ്റ് ആവുമല്ലോ. ഇനി 2 നെഗറ്റീവായിട്ട് എടുക്കാമല്ലോ, -3 -4 എന്ന് എടുക്കാമല്ലോ. ഇനി ഈ 3² പ്ലസ് 4² തന്നെയല്ലേ 4² പ്ലസ് 3², അല്ലെങ്കിൽ 16 പ്ലസ് 9 25 തന്നെയല്ലേ. അപ്പോൾ ആ എക്സിന് പകരം എന്തായി? 4ഉം വൈക്ക് പകരം 3y അല്ലേ. അപ്പോൾ അത് തിരിച്ചിടാം. 4ഉം 3ഉം എടുക്കാം, -4 3 കൊടുക്കാം, 4 -3 കൊടുക്കാം അല്ലേ. പിന്നെന്താണ്? -4 -3 കൊടുക്കാം. ഇപ്പോൾ 8 പോയിന്റ്സ് ആയില്ലേ. നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി, ബാക്കി 8 പോയിന്റ്സും അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി അല്ലേ. ഇനി ഇത് ആക്സിസ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ, എക്സ് ആക്സിസും വൈ ആക്സിസും വെച്ച് വരയ്ക്കുകയാണെങ്കിൽ, ഇതാ ഞാനിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഈ ദൂരവും 5 തന്നെയല്ലേ. അപ്പോൾ ഈ പോയിന്റ് എന്ത് വരും? ആ പോയിന്റ് എന്ന് പറയുന്നത് എക്സിന് 5 വൈക്ക് 0. അപ്പോൾ ഈ പോയിന്റ് എന്ത് വന്നു? എക്സിന് -5 വൈക്ക് 0. ഈ പോയിന്റോ? എക്സിന് ഈ ദൂരവും 5 തന്നെയാണ്. അപ്പോൾ എക്സിന് 0 വൈക്ക് 5. ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സിന് 0 വൈക്ക് -5. നമുക്കിപ്പോൾ ഇവിടെ എത്ര പോയിന്റ് കിട്ടി? 4 പോയിന്റും കൂടെ കിട്ടി. ഇപ്പം ഇവിടെ നിന്ന് 8 പോയിന്റും ഇവിടെ നിന്ന് 4 പോയിന്റും 8 4 12 പോയിന്റ്സ് നമുക്ക് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 8 എണ്ണമേ ഉള്ളൂ, പക്ഷെ നമുക്ക് 12 പോയിന്റ്സ് വേണമെങ്കിലും എഴുതാം. ഒരൊറ്റ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആയല്ലോ. ഇവിടെ സെൻറ്റർ ഒറിജിൻ ആണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ദ ലൈൻ ജോയിനിങ് 2 3 ആൻഡ് 4 7 ആസ് ഡയമീറ്റർ. ഇവിടെ 3 പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്.
വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ, വാട്ട് ഈസ് ദ റേഡിയസ്, മൂന്നാമത്തത് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഇപ്പം ഞാൻ ഇവിടെ ആ സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്ററിന് എ ബി എന്ന് പേര് കൊടുത്തു. ആ എയുടെ സൂചക സംഖ്യ 2, 3, ബിയുടെ സൂചക സംഖ്യ 4, 7 ആണ്. അത് എ ബി വ്യാസമാണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പാർട്ട് അതിൻ്റെ കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ കാണുക, രണ്ടാമത്തെ പാർട്ട് ആരം കാണുക, മൂന്നാമത്തത് സമവാക്യം കാണുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം എ ബി ഡയമീറ്റർ ആണ്, വ്യാസമാണ്. അതിൻ്റെ രണ്ടറ്റത്തെയും പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ഒന്നാമത് ചോദിച്ചിരിക്കുന്ന സെന്ററിന്റെ കോർഡിനേറ്റ്സ്, കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന് ഞാനിവിടെ O എന്ന് പേര് കൊടുത്തു. നമുക്കറിയാം ഒരു വ്യാസത്തിന്റെ മധ്യബിന്ദു ആണ് കേന്ദ്രം, ഒരു ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ് സെന്റർ. അപ്പൊ മിഡ് പോയിന്റ് കാണാനുള്ള സമവാക്യം എന്താണ്? എക്സുകൾ കൂട്ടുക പകുതി കാണുക, വൈകൾ കൂട്ടുക പകുതി കാണുക ആണല്ലോ. O ആണ് നമ്മുടെ സെന്റർ, അതുകൊണ്ടാണ് O എഴുതിയത്. ഇനി എക്സുകൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ് 2, ഇവിടുത്തെ എക്സ് 4, 2 + 4/2. ഇവിടെ വൈകൾ കൂട്ടുക 3 + 7/2. 2, 4, 6, 6ന്റെ പകുതി 3. അപ്പോൾ 3, 3, 7, 10, 10ന്റെ പകുതി 5. അപ്പോൾ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ കിട്ടിയല്ലോ, സെന്ററിന്റെ കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ. ഇനി നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ സെന്ററിന്റെ കോർഡിനേറ്റ്സ് 3, 5 എന്ന് കിട്ടി. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ 0 മുതൽ B വരെയുള്ള ലെങ്ത്, അല്ലെങ്കിൽ 0 മുതൽ A വരെയുള്ള ലെങ്ത് ആണല്ലോ. ഇനി നമുക്ക് 6 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ 6 കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഡിസ്റ്റൻസ് ഫോർമുലയാണ് കൊടുക്കേണ്ടത്. ഏതാണ് ഡിസ്റ്റൻസ് ഫോർമുല? നമുക്ക് രണ്ടാമത്തെ ആൻസർ ആണ് വേണ്ടത്. OB ആണ് ഞാനിവിടെ കാണുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പോൾ ഇവിടെ റൂട്ട് ഓഫ് എക്സുകൾ തമ്മിൽ കുറയ്ക്കുക, 4 - 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈകൾ തമ്മിൽ കുറയ്ക്കുക, 7 - 5 ഹോൾ സ്ക്വയർ. ഇപ്പൊ 4ൽ നിന്ന് 3 പോകുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 7ൽ നിന്ന് 5 പോയപ്പോൾ 2, 2ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 തന്നെ, 2ന്റെ സ്ക്വയർ 4, അപ്പം 4, 1, 5. റൂട്ട് 5 എന്ന റേഡിയസ് കിട്ടിയല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ട് കാണാം. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ആണ്. ഇത് റേഡിയസ്, OB എന്ന് പറയുന്ന റേഡിയസ് ആണ്, അഥവാ ആരം. മൂന്നാമത്തത് ഇക്വേഷൻ അഥവാ സമവാക്യമാണ് കാണേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്താ? ഇവിടെ സെന്റർ ഒറിജിൻ അല്ല, ആധാരബിന്ദു അല്ല. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. r റേഡിയസ് ആണ്. അവിടെ സെന്റർ AB ആണല്ലോ. അപ്പോൾ എക്ക് പകരം 3ഉം ബിക്ക് പകരം 5ഉം കൊടുക്കണം. അപ്പോൾ x - 3 ഹോൾ സ്ക്വയർ പ്ലസ് y - 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് റൂട്ട് 5 ആണ്. അപ്പോൾ റൂട്ട് 5ന്റെ സ്ക്വയർ. ഇനി ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. നമുക്ക് ഐഡന്റിറ്റി എന്താണ്? a - b ഹോൾ സ്ക്വയർ. അപ്പോൾ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് 3 × 2 = 6 × x 6x പ്ലസ് 3 സ്ക്വയർ 9. ഇനി ഇത് അതുപോലെ തന്നെ y സ്ക്വയർ മൈനസ് ഇത് 3 കൂടെ ഗുണിച്ചാൽ മതി നടുക്കത്തെ ടേം കിട്ടാനായിട്ട്. 2 × 5 10, 10 × y 10y മൈനസ് ആണ് പ്ലസ് 25 ഈക്വൽ ടു 5. റൂട്ട് 5ന്റെ സ്ക്വയർ 5. റൂട്ടും സ്ക്വയറും കൂടെ വരുമ്പോൾ അത് രണ്ടും പോയിട്ട് ആ നമ്പർ മാത്രം എഴുതുക. ഇനി ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയാണ്? ആദ്യം x സ്ക്വയർ എഴുതണം, പിന്നെ y സ്ക്വയർ ടേം പ്ലസ് y സ്ക്വയർ, പിന്നെ x ടേം അപ്പോൾ -6x, പിന്നെ y ടേം -3y. ഇനി നമ്പേഴ്സ് അല്ലേ കിടപ്പുള്ളൂ? +9ഉം +25 അല്ലേ? 25ഉം 9ഉം കൂടെ 34 വന്നു, 34. അപ്പോൾ +34 ഈക്വൽ ടു 5 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഈക്വൽ ടു 5നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -5 ആവും. ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ.
ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ലാസ്റ്റ് ആൻസർ ആയിട്ട് x² + y² - 6x - 3y 34 5 പോകുമ്പോൾ 29 = 0. നമ്മുടെ 3 പാർട്ടും കിട്ടിയല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ 254 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ ഇൻ ദ പിക്ചർ ബിലോ. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ എക്സ് അക്ഷവും വൈ അക്ഷവും, എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ വൃത്തത്തെ കൂടെ കടന്നു പോകുന്ന 3 ബിന്ദുക്കളുണ്ട് അല്ലെ, ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 4, 0 ഉണ്ട്, 0, 2 ഉണ്ട്. പിന്നെ ഈ ആധാര ബിന്ദു അഥവാ ഒറിജിനും അതേ കൂടെയാണല്ലോ കടന്നു പോകുന്നത്. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്താണ്, എക്സ് ആക്സിസും വൈ ആക്സിസും പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താണ്, x - a² + y - b² = r². x - a² + y - b² = r² ആണ് നമ്മുടെ ഇക്വേഷൻ അഥവാ സമവാക്യം. ഇവിടെ a b എന്ന് പറയുന്നത് എന്താണ്, സെന്റർ ആണ്, കേന്ദ്രമാണ്. r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. നമുക്കിവിടെ കേന്ദ്രവും അറിയത്തില്ല, ആരവും അറിയത്തില്ല. പക്ഷെ നമുക്ക് ഇത് പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ്. അതിന്റെ അർത്ഥം എന്താണ്, ഈ 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമായിരിക്കും. അത് കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകത്തുള്ളൂ. അതായത് ഇപ്പം ഞാൻ വരച്ച വര ഈ ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം ഈ വൃത്തത്തിന്റെ വ്യാസമാണ്, ഡയമീറ്റർ ആണ്, ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ ഇത് സെന്ററിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് ആ സെന്റർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ റേഡിയസ് കാണാമല്ലോ. അപ്പൊ സെന്റർ കിട്ടുന്നത് എന്താ, ഇത് ഡയമീറ്റർ ആയപ്പം ഇത് മിഡ് പോയിന്റ് അല്ലേ സെന്റർ. അപ്പൊ കേന്ദ്രം അഥവാ സെന്റർ നമുക്ക് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു കാണുന്ന എങ്ങനെയാണ്, എക്സുകൾ കൂട്ടുക പകുതി കാണുക, 0 + 4/2, വൈകൾ കൂട്ടുക പകുതി കാണുക അല്ലേ. അപ്പോൾ 0 + 4 4ആണ്, 4ന്റെ പകുതി 2, 2 + 0 2 ആണ്, 2ന്റെ പകുതി 1. കേന്ദ്രം കിട്ടിയല്ലോ. ഇനി 2, 1 കേന്ദ്രം, 4, 0 വേറൊരു പോയിന്റ് ആണെങ്കിൽ ഇതിനെ നമ്മൾ റേഡിയസ് r എന്നെടുത്താൽ നമുക്ക് ആരം കാണാമല്ലോ. ആരം അഥവാ റേഡിയസ് കാണുന്ന എങ്ങനെ, √(x2 - x1) അപ്പം 4 - 2² + 0 - 1² = √4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2² + 0 - 1 - 1 ആണ് ഇതിന്റെ സ്ക്വയർ. നെഗറ്റീവിന്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4, √4 + 1 -1ന്റെ സ്ക്വയർ 1. ഇപ്പൊ √5 എന്ന റേഡിയസ് കിട്ടിയല്ലോ. ഇനി റേഡിയസും കിട്ടി സെന്ററും കിട്ടിയാൽ നമുക്ക് ഈ ഒരു ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സമവാക്യം കിട്ടുമല്ലോ. അപ്പോൾ x - ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ അഥവാ വൃത്തത്തിന്റെ സമവാക്യമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ x - a എന്ന് പറയുന്നത് 2, ഇതാണ് a, ഇത് b, കേന്ദ്രം. അപ്പൊ x - 2² + y - 1² = r². r √5 ആണ് അതിന്റെ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യുക, a - b² എന്ന് പറഞ്ഞാൽ a² - 2ab + b². അപ്പൊ x² - 2 × 2 4 × x 4x + 2² 4. ഇനി ഇത് y² 2 × 1 2 × y -2y + 1 = √5ന്റെ സ്ക്വയർ 5. ആദ്യം x² എഴുതുക, പിന്നെ y² എഴുതുക, പിന്നെ -4x, പിന്നെ -2y. 4 1 5, ആ 5ൽ നിന്ന് ഈ 5 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് ആവും. അപ്പോൾ 0 ആയിപ്പോയി അല്ലേ, ക്യാൻസൽ ആയിപ്പോയി. +5ഉം -5ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി 4ാമത്തെ ചോദ്യം കൂടെ ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്. ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഈസ് x² + y² - 2x - 4y - 11 = 0. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ് സെന്റർ ആൻഡ് ദ റേഡിയസ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഇങ്ങോട്ട് തന്നിരിക്കുക, നമുക്ക് സെന്ററും റേഡിയസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇവിടെ സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിടക്കുന്നത്. നമ്മളതിനെ
മാറ്റാൻ പോവുക, ചെറിയ അറേഞ്ച്മെൻറ്റ്സ് നടത്താൻ പോവുക. അതായത് എക്സ് എല്ലാം കൂടെ ഒരിടത്തും വൈ എല്ലാം കൂടെ ഒരിടത്തും കൊണ്ടുവന്ന് ചെയ്യാൻ പോവുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x എഴുതി, എക്സ് എല്ലാം കൂടെ ഒരിടത്ത് വന്നല്ലോ. ഇനി വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അതേപോലെ എഴുതി, മൈനസ് 4y മൈനസ് 11 ഈക്വൽ ടു 0. പക്ഷെ നമുക്കിവിടെ എക്സ് സ്ക്വയറും 2xും കൊണ്ട് നമുക്ക് ആ ഒരു ഫോം ഏതാ, നമ്മുടെ ഇക്വേഷൻ്റെ ഫോം എന്താ, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, ഈ ഒരു ഫോമാറ്റിൽ കൊണ്ടുവരണം. അപ്പോൾ എക്സുകൾ ഒന്നിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു സ്ക്വയർ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കറിയാവുന്ന എന്താ, ഇതിൻ്റെ കൂടെ എന്തോ ആഡ് ചെയ്യുമ്പം അതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. ഈ എക്സിൻ്റെ കൂടെയുള്ള ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. എക്സ് സ്ക്വയർ മൈനസ് 2x, ഈ 2ൻ്റെ പകുതി എടുക്കുക 1, ആ 1ൻ്റെ സ്ക്വയർ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്തിനാ ഇതെന്ന് പറയുന്നത്, എന്തിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറാ, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. ക്ലിയർ ആയോ? ഇനി അതേപോലെ നമ്മളത് അന്നേരം ഇവിടെ എന്താ എക്സ്ട്രാ ആഡ് ചെയ്തു, 1 സ്ക്വയർ എന്താ 1 എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, അത് മൈൻഡിൽ ഉണ്ടാവണം, നമുക്ക് ഈ ക്വസ്റ്റിനെ തിരുത്തരുത്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y. കണ്ടോ, ഈ 4 ഈവൻ ആണ്, ഇരട്ട സംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്താണ്, 2ൻ്റെ സ്ക്വയർ നമ്മളിവിടെ ആഡ് ചെയ്യണം. 2ൻ്റെ സ്ക്വയർ എന്തിനാണ്, നമ്മൾ ഇതെന്തിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കിയാൽ നമുക്കറിയാം ഈ ഒരു ഫോമാറ്റിലായി. പക്ഷെ നമ്മളിവിടെ എന്തൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തു, എക്സ്ട്രാ ആഡ് ചെയ്തത് എന്തൊക്കെയാണ്, ഈ 1 സ്ക്വയറും ഈ 2 സ്ക്വയറും ആണല്ലോ. അപ്പോൾ നമുക്കതങ്ങനെ എക്സ്ട്രാ ചുമ്മാ ആഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ 4 + 1 5 നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു. നമ്മൾ ഇനി എടുക്കാത്ത ഒരു ടേം ഉണ്ട് -11, അവിടെ നമ്മൾ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്യണം. ഈ 5 എക്സ്ട്രാ നമ്മൾ എടുത്തിട്ടുണ്ട്, എന്നാൽ നമുക്ക് -11 മതി. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം, -16 ഇട്ടാൽ കറക്റ്റ് ആയിക്കോളും. നോക്ക്, നമ്മുടെ കയ്യിൽ 1 എക്സ്ട്രാ ആഡ് ചെയ്തു, പിന്നെ ഇവിടെ 4 എക്സ്ട്രാ ആഡ് ചെയ്തു, നമുക്ക് -11 ആണ് വേണ്ടത്. അപ്പോൾ 1 + 4 5 ആണ്. 5 -16 എത്രയാണ്, -11 തന്നെയല്ലേ. അപ്പോൾ ഇവിടെ -16 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 1 + 4 5 ആണ്. ആ 5ൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് -11 കിട്ടുന്നത് നോക്കിയാൽ, അപ്പോൾ -16 ചെയ്യുമ്പോഴാണ് -11 കിട്ടുന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലാണ് ആർ സ്ക്വയർ വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ -16 അപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഈക്വൽ ടു 16 എന്ന് എഴുതാമല്ലോ. അപ്പോൾ അത് എന്തിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 4ൻ്റെ സ്ക്വയർ ആണ് അല്ലേ. y മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ആർ സ്ക്വയർ ആ ഫോമിലായി. അപ്പോൾ ഇവിടെ നിന്ന് സെൻറ്റർ എന്താണ്, AB ആണ് സെൻറ്റർ. അതായത് എക്സ് -1ഉം y -2ഉം ആണെങ്കിൽ സെൻറ്റർ അഥവാ കേന്ദ്രം എന്ന് പറയുന്നത് എന്തായി, 1 2 ആയി. പിന്നെ റൈറ്റ് സൈഡ് ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആ റേഡിയസ് അഥവാ ആരം എത്രയായി, 4 ആയി. ക്ലിയർ ആയല്ലോ 4 ചോദ്യങ്ങൾ. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി നല്ല രീതിയിൽ എഴുതി പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, തെറ്റിക്കരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.